കേട്ടോളെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്വില്ലാഹു സമാവാതി യൗമൽ ഖിയാമ ثم يأخذ بيده اليمنى ثم يقول أنا الملك وأين الجبارون أين المتكبرون ثم يطوي الأرض بشماله وفي رواية يأخذ بيده الأخرى ثم يقول أنا الملك وأين الجبارون أين المتكبرون മുസ്ലിം. ഞാൻ പറഞ്ഞ അർത്ഥം കേട്ടോളി. നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ? അള്ളാഹ്ക്ക് രണ്ട് ഭാഗവും വലത്താണ്, രണ്ട് കരവും രണ്ട് കൈയും വലത്താണ്. ഇപ്പൊ പറയുന്നത് എന്താ? അൽമനാറിൽ 2009 കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നെ വലതു കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും. നിങ്ങൾ കേൾക്കണേ, അള്ളാന്റെ കൈയോട് ആകാശം പിടിച്ചിങ്ങെടുക്കും. ആ ആകാശത്തിലാണ് അള്ള ഉള്ളത്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അള്ള പിടിക്കുന്ന ആകാശത്തിലാണ് അള്ള ഉള്ളത്. അത് അള്ളാന്റെ കൈകൊണ്ടിക്ക് പിടിക്കും. എന്നിട്ടോ പറയാൻ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈയേ ഉള്ളൂ എന്നാ നേരത്തെ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ഇടത്തെ കൈയോട്ട് ഭൂമി പിടിക്കും. ഇടത്തെ കൈ ഉണ്ടാണ്ട് ആദ്യം തന്നെ. ഇടത്തെ കൈ ഇല്ലാന്നല്ലേ നേരത്തെ പറഞ്ഞത്. ഇടത് കൈയില്ല, രണ്ട് കൈയും വലത്താണ് എന്നല്ലേ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു ഇടത്തെ കൈയോട്ട് അള്ള ഭൂമി പിടിക്കും. എങ്ങനെ കൈ മുളക്കുക? ഓ സഹോദരന്മാരെ, ഇവരെവിടെയാണ് മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി ചാടിക്കുന്നത്? ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ? ഇന്നാലില്ലാഹ്. മൗലൈമാർക്കിത് എലിയെ കളിപ്പിക്കുന്നത് പോലെ, അതേ കൊരങ്ങിനെ കളിപ്പിക്കുന്ന പോലെയാണ് ഇസ്ലാം. അവരെ ഇസ്ലാം അവർക്ക് കളിപ്പിക്കാനുള്ളതാണ്, അവർക്ക് തോന്നിവാസം പറയാനുള്ളതാണ്. ഒരു ദിവസം കാഫിറാവും എന്ന സംഗതി പിറ്റേന്ന് തൗഹീദാകാണ്. ഒരു ദിവസം തൗഹീദായത് പിറ്റേന്ന് അതാ അവർക്കത് ശിർക്കാകാണ്. ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചുരുക്കി പറയാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് കേട്ടോളെ? അള്ളാഹ്ക്ക് ജഡമുണ്ട് എന്ന് വിശ്വസിച്ചൂടാ. വിശ്വസിച്ച കാഫിറാവുന്നതിലേത്തെ പറഞ്ഞ്. എന്നാ ഇപ്പൊ പറയുന്ന കേട്ടോളി. നബിയുടെയും അനുചരന്മാരുടെയും അവരുടെ പാരമ്പര്യം പിന്തുടരുന്നവരുടെയും മാർഗമാണ് സലഫി മാർഗം. പച്ചക്കള്ള പറഞ്ഞ സലഫി മാർഗം അവർ പറയുന്നതിനല്ല. ഇരിക്കട്ടെ, പറയുന്ന കേട്ടോളി. അവർ അള്ളാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും അവനുണ്ടെന്നും അവ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ലെന്നും വിശ്വസിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് യോജിച്ച ശരീരമുണ്ട് പോൽ, അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് പോൽ. ലോകത്ത് എല്ലാ ഇമാമിങ്ങളും അള്ളാഹ്ക്ക് അവയവങ്ങളില്ല, ലൈസ ലഹുൽ ജാരിഹ, അള്ളാഹ്ക്ക് അവയവങ്ങളില്ല എന്ന് എല്ലാ കിതാബിലും എഴുതി വെച്ചിട്ട് ഇവർ പറയുന്ന അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട്, അള്ളാഹ്ക്ക് ശരീരമുണ്ട്. ഓ മുസ്ലിമീങ്ങളെ ഇസ്ലാം എന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി ഇവര് കൊണ്ടുവന്ന പുത്തൻ ആശയങ്ങളാണ്. ഇനി അള്ളാഹ്ക്ക് ഉള്ളം കൈയുണ്ട്, വിരലുണ്ട്. വേറൊരു സ്ഥലത്ത് പറയാണ്, അള്ളാഹ്ക്ക് ശബാബിൽ പറയാണ്, പഴയ ശബാബില് 2004 മാർച്ചിൽ പറയാണ്, അള്ളാഹ്ക്ക് അതാ ഉള്ളം കൈയുണ്ട്, വിരലുണ്ട്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ആ ശബാബിന്റെ കക്ഷിയാണ് അബ്ദുസലാം സുല്ലമി. മടവൂര് ഗ്രൂപ്പിലെ അബ്ദുസലാം സുല്ലമി പറയുന്നത് അതൊന്നും അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റില്ല, അതൊക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ്. അവര് തമ്മിലും തല്ല്, ഒരേ ഗ്രൂപ്പ് തന്നെ തല്ല്. അബ്ദുസലാം സുല്ലമി പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. അത് തന്നെ ഉമർ സുല്ലമിയും പറയുന്നത് അങ്ങനെ പറ്റൂല. വേറൊരു മൗലവി പറയുന്നത് അങ്ങനെ പറ്റൂ. അവരുടെ കൂട്ടത്തിലുണ്ട് പരസ്പരം തല്ല്. നിങ്ങൾ മനസ്സിലാക്കണം എന്തിന്? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസത്തിലാണിത്. 2009 ജൂലൈ 3 ശബാബില് അർത്ഥം പറയാൻ പാടില്ല എന്ന് സുല്ലമി എഴുതുന്നത് കേട്ടോ. സെലഫികളുടെ വാദവും ഇവരുടെ വാദവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ബാഹ്യാർത്ഥത്തിൽ തന്നെ ഇവയെ പരിഗണിക്കണമെന്ന വാദം പിഴച്ച കക്ഷികളായ മുജസ്സിമത്തിന്റെയും കറാമയത്തിന്റെയും വീക്ഷണമാണ്. അമാനി മൗലവി എഴുതുന്നത് കാണുക, അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അമാനി മൗലവി പറഞ്ഞ സ്ഥലത്താണ് അബ്ദുസലാം സുല്ലമി ഇപ്പോഴും ഉള്ളത്. അത് മടവൂര് ഗ്രൂപ്പാണ്. എന്നാ സഹോദരന്മാരെ, അതാ അബ്ദുസലാം സുല്ലമി തന്നെ മറ്റൊരു സ്ഥലത്ത് ശബാബ് 2009 ജൂൺ മാസത്തിൽ പറയാണ്, അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹുവിന്റെ ഇറക്കം എന്നെല്ലാം പറയുന്ന സൂക്തങ്ങളും ഹദീസുകളും
സന്ദർഭോചിതം എവിടെയും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറയൽ സെലഫികൾ ഉൾക്കൊണ്ട തൗഹീദല്ല. പ്രത്യുത ഇത് മുജസ്സിമത്തിന്റെയും കറാമിയത്തിന്റെയും തൗഹീദാണ്. അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹുവിന്റെ ഇറക്കം എന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അവയുടെ അവയവം അല്ല, അത് അവയവമാണ് എന്ന് അതാ മറ്റേ മുജാഹിദ് പറയുന്നു. അവയവം അല്ല എന്ന് അബ്ദുസ്സലാം സുല്ലമി പറയുന്നു. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞാൻ അബ്ദുറഹ്മാൻ സലഫി എന്ന മുജാഹിദ് നേതാവുമായി 1996 കാലത്ത് 850 ഖണ്ഡന പ്രസംഗം നടത്തി വാഴക്കാട്ട്. അന്ന് ഇറക്കിയ ഒരു നോട്ടീസുണ്ട്. അതാണ് മറുപടിയില്ലാത്ത ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ ഉത്തരങ്ങളും. മാസങ്ങളോളമായി വാഴക്കാട്ട് വെച്ച് സുന്നി മുജാഹിദ് ഖണ്ഡന പ്രസംഗം നടക്കുകയാണല്ലോ. ഇതിൽ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുജാഹിദുകളോട് പ്രസക്തമായ 141 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവയിൽ ഒന്നിനു പോലും ഇന്നേ വരെ മറുപടി ലഭിച്ചിട്ടില്ല. മറുപടി പറഞ്ഞതായി കേസറ്റ് മുഖേന തെളിയിക്കാൻ മുജാഹിദുകൾ തയ്യാറാകുമോ? അതേസമയം മുജാഹിദുകൾ അച്ചടിച്ച് വിതരണം ചെയ്ത 41 ചോദ്യങ്ങളിൽ മുമ്പ് ഉന്നയിച്ച 40 ചോദ്യങ്ങൾക്കും പേരോട് വ്യക്തമായും സ്പഷ്ടമായും മറുപടി നൽകിയിട്ടുണ്ട്. അത് കേസറ്റുകളിലൂടെ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ചോദ്യം മുമ്പ് ഉന്നയിച്ചിട്ടില്ലാത്തതിനാൽ മറുപടിയും പറഞ്ഞിട്ടില്ല. അത് അടുത്ത പ്രസംഗത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറുപടി ലഭിക്കാത്ത 141 ചോദ്യങ്ങളും മറുപടി പറഞ്ഞ കേസറ്റുകളും താഴെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അന്നിറക്കിയ എന്റെ പേരിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പ്രവർത്തകരെഴുതിയ ആ നോട്ടീസിൽ പറയുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ആകാശത്തിൽ 1-ാം ആകാശത്തിൽ ഇറങ്ങി വരൂന്ന് മൗലൈമാര് പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് 96 ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയത് ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമി അംഗീകരിക്കുന്നു, ഉമർ സുല്ലമി അംഗീകരിക്കുന്നു. അങ്ങനെ കുറെ മൗലൈമാര് ഇപ്പോൾ അത് അംഗീകരിക്കുകയാണ്. അത് നിങ്ങളൊന്ന് കേട്ട അന്ന് 2 കൂട്ടർ ഒന്നായിട്ട് എന്നെ എതിർത്തതാണ്. അത് കേട്ടോളി എന്റെ ചോദ്യം. അല്ലാഹു തആല എല്ലാ രാത്രിയും 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെങ്കിൽ കയറിപ്പോകുന്നത് എപ്പോഴാണ്? അന്ന് ഞാൻ ചോദിച്ച ചോദ്യമാണ്. എല്ലാ രാത്രിയും അല്ലാഹു 1-ാം ആകാശത്തിൽ ഇറങ്ങി വരും എന്ന് ഇവർ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കയറിപ്പോകുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ എന്റെ ചോദ്യം, ഇറങ്ങുന്നത് ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴോ അതോ അമേരിക്കയിൽ രാത്രിയാകുമ്പോഴോ? അല്ല രാത്രി ഇറങ്ങുന്നല്ലേ പറഞ്ഞു. അത് അമേരിക്കയിൽ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുക, ഇന്ത്യയിൽ രാത്രിയാകുമ്പോഴാണോ ഇറങ്ങുക? എന്റെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ എന്റെ അന്നത്തെ ചോദ്യം, രാത്രിയുടെ 1/3 ഒരംശം കഴിയുമ്പോൾ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹു കയറിപ്പോകുന്നത് എപ്പോഴായിരിക്കും? ഓരോ സെക്കൻഡിലും ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലായി രാത്രിയുടെ 1/3 സമയം ആവുകയല്ലേ? അപ്പോൾ സമയകറക്കത്തിനനുസരിച്ച് അള്ളാഹുവും കറങ്ങുകയാണോ? രാത്രിയുടെ 1/3 ഒരു സ്ഥലത്തായിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ അപ്പുറത്താവും, പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ അപ്പുറമാവും, പിന്നെ 1 മിനിറ്റ് ഇങ്ങനെയല്ലേ ഭൂമി ഉരുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ സമയം കറങ്ങുന്നത് പോലെ അള്ളയും 1/3 ആകുമ്പോൾ ഓരോ സ്ഥലത്ത് ഇറങ്ങണല്ലോ. അപ്പൊ ഇങ്ങനെ അള്ളയും കറങ്ങാണോ എന്നാ എന്റെ ചോദ്യം. ഓ സുഹൃത്തുക്കളെ, ഈ ചോദ്യം ഞാൻ അന്ന് ഉന്നയിച്ചിട്ട് മടവൂര് ഗ്രൂപ്പ് മുഴുവനും മൗലവി ഗ്രൂപ്പ് മുഴുവനും 2 കൂട്ടരും കൂടി എനിക്കെതിരെ പ്രസംഗിക്കാൻ നടന്നു. അബ്ദുറഹ്മാൻ സലഫി അബ്ദുസ്സലാം സുല്ലമി പ്രോത്സാഹിപ്പിച്ചു, ഉമർ സുല്ലമി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പ്രസംഗം നടന്നു. ഇപ്പോൾ അവര് തമ്മിൽ തെറ്റിയപ്പോ ഒരു കൂട്ടർ എഴുതുന്നത് കേട്ടോ നിങ്ങള്? ആരാ എഴുതുന്നത്? ശബാബിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതാണ്. നിങ്ങൾ ശരിക്ക് കേട്ടോ. ആരെ സംബന്ധിച്ച്? അബ്ദുറഹ്മാൻ സലഫിയുടെ, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ, ഹുസൈൻ സലഫിയുടെ, കായക്കൊടി ഹനീഫയുടെ ആ ഗ്രൂപ്പിനെ വിമർശിച്ചുകൊണ്ട്, സക്കരിയ സലാഹിയെ വിമർശിച്ചുകൊണ്ട് അതാ ഉസ്താദായ അബ്ദുസ്സലാം സുല്ലമി ഇപ്പൊ എഴുതുന്നത് കേട്ടോ. എപ്പോ? പുസ്തകം 32 ലക്കം 48 2009 ജൂലൈ 10. എന്താ എഴുതുന്നത്? ഇവർ ഇവിടെയും മുജസ്സിമത്തിന്റെയും കിറാമത്തിന്റെയും വാദം അള്ളാഹുവിന്റെ സിഫാത്ത് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. അള്ളാഹു സിംഹാസനത്തിൽ നിന്ന് ഒഴിവാകുന്ന നിലക്കുള്ള ഇറക്കമാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറയുന്നില്ല. അതുപോലെ നാം ഇറക്കം എന്നതുകൊണ്ട് സാധാരണയായി ഉദ്ദേശിക്കുന്ന ഉദ്ദേശമാണ് വിവക്ഷ എന്നും പ്രസ്താവിക്കുന്നില്ല. ഇതെല്ലാം അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇനി ഞാൻ പറഞ്ഞത് തന്നെ അയാൾ പറയുന്ന കേട്ടോളി. രാത്രിയുടെ 1/3 അവസാന ഭാഗം നിലനിൽക്കാത്ത ഒരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. രാത്രിയുടെ 1/3 അവസാന ഭാഗം നിലനിൽക്കാത്ത ഒരു നിമിഷ നേരം ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചലിക്കുകയാണ്.
ഒരു സ്ഥലത്ത് നിന്നും ഈ സമയം അവസാനിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ സമയം അനുഭവപ്പെടുന്നു. 24 മണിക്കൂറും ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം നുസൂല് എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയം ഉണ്ടായിരിക്കുകയില്ല. ഇവരെ കണക്കിന് അള്ളാഹ് സിംഹാസനത്തിൽ ഇരിക്കണം. അതിന് അള്ളാഹ്ക്ക് സമയം ഉണ്ടാവില്ലല്ലോ. 1/3 ഇറങ്ങണ്ടേ? അപ്പൊ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡും 1/3 അള്ളാഹ്ക്ക് പിന്നെ സിംഹാസനത്തിൽ ഇരിക്കാൻ എവിടെ സമയോന്ന് ഉമർ സുല്ലമി ചോദിക്കുകയാണ്. ഇതല്ലേ ഞാൻ മുമ്പ് വാഴക്കാട്ടെന്ന് ചോദിച്ചത്? എനിക്ക് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ അതിന്റെ മറുപടി കേൾക്കണം നിങ്ങൾക്ക്. അതിന് മറുപടി ഇപ്പോഴും മറുവശത്തിനില്ല, മൗലവി ഗ്രൂപ്പിനില്ല, സക്കരിയക്കില്ല, കായക്കൊടിക്കില്ല, ഒരു കുട്ടിക്കും അതിന് മറുപടി ഇല്ല. അവരുടെ മറുപടി എന്താ അറിയോ? ഇത് പേരോട് ചോദിച്ച ചോദ്യമാണ്. ആയിക്കോട്ടെ, മറുപടി എവിടെ? അത് ആര് ചോദിച്ചതെന്നുള്ളതല്ല, അതിന്റെ മറുപടി എവിടെ? അത് കേട്ടോളൂ നിങ്ങൾ. അതിന്റെ മറുപടി പറയുന്നത് വിചിന്തനം മൗലവി ഗ്രൂപ്പ്. ആ വിചിന്തനം ഫെബ്രുവരി 12, 2010. കേട്ടോളി, സുല്ലമീനെ വിമർശിച്ചിട്ട് ഇതാണ്. സുല്ലമിയുടെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ വാഴക്കാട് നടന്ന ഖണ്ഡന പ്രസംഗത്തിന്റെ കാലത്ത് പേരോട് സഖാഫിയും കൂട്ടരും ഉന്നയിച്ചതാണ്. അപ്പൊ അബ്ദുസലാം സുല്ലമി അന്ന് അവരെ കൂടെ ഉള്ളപ്പോ അംഗീകരിച്ചത് അത് അന്ന് പേരോട് ചോദിച്ചതല്ലേ എന്നാ ഇവരെ മറുപടി. അതുകൊണ്ട് മറുപടി ആവോ? ഇതിന്റെ മറുപടി എവിടെ? എന്നിട്ട് കേട്ടോളി, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കാലുമാറിയ സുല്ലമി പേരോടിന്റെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ മുജാഹിദുകളോട് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. പേരോടിന്റെയും കൂട്ടരുടെയും അന്നത്തെ ജഹാലത്ത് കാണുക. രാത്രിയുടെ 3-ൽ ഒരു അംശം കഴിയുമ്പോൾ അള്ളാഹു 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന നിങ്ങളുടെ വാദപ്രകാരം അള്ളാഹു കയറിപ്പോകുന്ന എപ്പോഴായിരിക്കും? ഓരോ സെക്കൻഡിലും ഭൂമിയുടെ ഓരോ ഭാഗങ്ങളിലായി രാത്രിയുടെ 1/3 സമയം ആവുകയല്ലേ? മറുപടിയില്ലാത്ത ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ ഉത്തരങ്ങളും. പേജ് 1. അത് തന്നെ ഇപ്പൊ അബ്ദുസലാം സുല്ലമി ചോദിക്കുന്നത്. അതിന് സുല്ലമിക്കും മറുപടിയില്ല, എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെയും മറുപടിയില്ല. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹ് ബുദ്ധി തന്നിട്ടില്ലേ? നിങ്ങളെ ബുദ്ധിയെക്കുറിച്ച് അല്ലാഹ് നിങ്ങളോട് ചോദിക്കൂലേ? പടച്ചവൻ 1-ാം ആകാശത്തിലേക്ക് രാത്രിയുടെ 3-ലെത്തുമ്പോ ഇറങ്ങുമെന്നല്ലേ ഇവർ പറഞ്ഞത്? അപ്പൊ ആ ഏത് ബുദ്ധിയുള്ളവന്റെയും ചോദ്യമല്ലേ? 3-1 എന്നത് ഈ ഭൂമിയിൽ അങ്ങനെ ഓരോ സെക്കൻഡിലും 3-1 ഇങ്ങനെ നടക്കുകയല്ലേ? അപ്പൊ അല്ലാഹ് കറങ്ങേണ്ടി വരൂലേ എന്നല്ലേ ചോദ്യം. അതിന് ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കുന്നില്ല. ഇനിയോ യദ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും വാചകം വന്നപ്പോ അബ്ദുസലാം സുല്ലമി 2009 ജൂൺ 12 ശബാബിൽ എഴുതുന്നത് കണ്ടോ? എന്താ എഴുതുന്നത്? അള്ളാഹുവിന്റെ തന്റെ കൈവശമാണ് എന്ന് അമാനി മൗലവി എഴുതിയതിനെ പറ്റി പറയാണ്. നിയന്ത്രണവും കൈകാര്യവും അവന്റെ പക്കലാണ്, അവന്റെ ഉടമയിലുമാണ്. അമാനി മൗലവി തന്നെ എഴുതിയത് കൈ അല്ലാഹുണ്ട് എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് അതിന്റെ മഅന. ഓ സഹോദരന്മാരെ, ഇങ്ങനെ എഴുതിയിട്ട് അതാ മഹാന്മാരായ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ച്, അമാനി മൗലവിയുടെ പരിഭാഷ ഉദ്ധരിച്ച്, വക്കം മൗലവിയുടെ പുസ്തകം ഉദ്ധരിച്ച്, മുജാഹിദിന്റെ മൗലവിമാര് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ആശയങ്ങൾ അതാ ശരിക്കും അംഗീകരിച്ച് മറുപടി പറയാൻ തുടങ്ങിയപ്പോ മുജാഹിദിന്റെ മൗലവി ഗ്രൂപ്പിന്റെ മറുപടി എന്താണെന്നറിയോ? നിങ്ങളെ ഇമാമീങ്ങളെ വാക്കും സുല്ലമീന്റെ വാക്കും പേരോടിന്റെ വാക്കും അതൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല. ഇമാം നവവിക്ക് തൗഹീദ് അറിഞ്ഞൂടാ. ഞാൻ അന്ന് ഇമാം നവവി റളിയല്ലാഹുവിന്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചിരുന്നു. അതിനെ സുല്ലമിയുടെ നിരർത്ഥതകൾക്ക് മറുപടി എന്ന ലേഖനത്തിൽ അതാ ഈ നിലക്കുള്ള ശരിയായ വ്യാഖ്യാനം പറഞ്ഞ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരണമൊന്നും നൽകാതെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ 2 കൈകൾ അടക്കമുള്ള ഒരു സിഫത്തിനെയും നമുക്ക് നിഷേധിക്കാനോ സ്വന്തം വക വ്യാഖ്യാനിച്ചു അവയെ മറ്റൊന്നാക്കി അട്ടിമറിച്ചു കളയാനോ നബവിമാനെ പറ്റി പറയാണ്, നബവിക്കോ മുസ്ലിയാർക്കോ ഒന്നും അവകാശമില്ല. അപ്പൊ നവവി ഇമാം റളിയല്ലാഹു അൻഹു അതിന് ശരിയായ വ്യാഖ്യാനം പറഞ്ഞപ്പോ, അതിനെ അമാനി മൗലവി അംഗീകരിച്ചപ്പോ, വക്കം മൗലവി അംഗീകരിച്ചപ്പോ,
അതിനെ ഇപ്പോൾ അബ്ദുസ്സലാം സുല്ലമിയും ഉമർ സുല്ലമിയും ഇപ്പോൾ അംഗീകരിച്ചപ്പോ അതിനെപ്പറ്റി പറയാണ്, നവവിക്കോ മുസ്ലിയാർക്കോ അതൊന്നും പറയാൻ അവകാശമില്ല. അവകാശമുള്ളത് ആർക്കാണ്? ഇവിടെ മതത്തിന്റെ കാര്യം ഖുർആൻ നോക്കി പറയാൻ അവകാശമുള്ളത് ആർക്കാണ്? കായക്കൊടിക്കാണോ, സക്കരിയാക്കാണോ, AP അബ്ദുൽ ഖാദർ മൗലവിക്കാണോ? അല്ല, ഏത് മൗലവിക്കാണ് അവകാശം? പറയട്ടെ. പൂർവകാലത്ത് അമാനി മൗലവി പറഞ്ഞതിനെതിരെ, പൂർവകാലത്ത് വക്കം മൗലവി പറഞ്ഞതിനെതിരെ, പൂർവകാലത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഖുർആൻ പരിഭാഷ ഇറക്കിയതിനെതിരെ, ഞങ്ങളെ ഇമാമിങ്ങൾ നവവി ഇമാം പറഞ്ഞതിനെതിരെ, ഇബ്നു കസീർ പറഞ്ഞതിനെതിരെ, അതേ ഇമാം ശാഫിഈ പറഞ്ഞതിനെതിരെ, ഇമാം ഗസാലി പറഞ്ഞതിനെതിരെ, ഇമാം റാഫിഈ പറഞ്ഞതിനെതിരെ, ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞതിനെതിരെ, നിങ്ങളെ മൗലവിമാര് തന്നെ മുമ്പ് ഖുർആൻ പരിഭാഷയിൽ എഴുതിയതിനെതിരെ എന്തിനധികം പറയണം? വ്യാഖ്യാനിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഉമർ മൗലവി തന്നെ യൗമ യുക്ശഫു അൻ സാഖ് എന്നതിന് വ്യാഖ്യാനിച്ചത് ഞാൻ വായിച്ചില്ലേ? ആ നിലക്ക് നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചതിനെതിരെ വ്യാഖ്യാനിക്കുന്നവൻ കാഫിറാണെന്ന് പറയുന്ന നിങ്ങളെ വാദം, വ്യാഖ്യാനിക്കുന്നവൻ പഴച്ചവനാണെന്ന് പറയുന്ന നിങ്ങളെ വാദം, ഓ മൗലവിമാരെ, ഉമർ മൗലവി കാഫിറാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അമാനി മൗലവി കാഫിറാണെന്നല്ലേ പറയുന്നത്? വക്കം മൗലവി കാഫിറാണെന്നല്ലേ പറയുന്നത്? അബ്ദുസ്സലാം സുല്ലമി കാഫിറാണെന്നല്ലേ പറയുന്നത്? ഉമർ മൗലവി കാഫിറാണെന്നല്ലേ പറയുന്നത്? നവവി ഇമാം കാഫിറാണെന്നല്ലേ പറയുന്നത്? നിങ്ങൾ ഏത് മതത്തിലാണ് ഇപ്പോഴുള്ളത്? നിങ്ങളും ഞങ്ങളെ മതവും തമ്മിൽ ബന്ധമുണ്ടോ? നിങ്ങളെ ഓരോ വാചകങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടാ ചോദിക്കുന്നത്. ഇങ്ങനെ അള്ളാന്റെ വിശ്വാസത്തിൽ കടിപിടി കൂടാനാണോ ഇസ്ലാം? അള്ളാന്റെ വിശ്വാസത്തിൽ ഇങ്ങനെ കടിപിടി കൂടാനാണോ ഇസ്ലാം? ഇതിനാണോ അള്ളാന്റെ റസൂൽ മുമ്പല്ല് പൊട്ടിത്തെറിച്ച് ഈ ദീന് പോറ്റി വളർത്തിയത്? ഈ മൗലവിമാർക്ക് തോന്നിവാസം പറയാനാണോ പടച്ചവനെ കുറിച്ച്? ഓ സുഹൃത്തുക്കളെ, ഇനിയും ഇത് വായിക്കണേ, നേരം കൊടുക്കുന്നവരെ വായിച്ച തീരൂല. ഈ എത്രയുള്ളത് തിരിച്ചും മറിച്ചും മൗലവിമാര് പറയാം. ഇനിയോ, ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറ്റി എനിക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ശരിക്കും ആലോചിക്കും. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഒന്നടങ്കം വിശ്വസിക്കുന്നു വഇസ്മത്തുൽ ബാരി ലികുല്ലിൻ ഹുത്തിമ, അംബിയ മുർസലിങ്ങൾ മഅസൂമീങ്ങളാണ്, അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കൂല. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, ഒരാൾ മുജാഹിദായാൽ പോയി അവന്റെ ഈമാൻ, പോയി അവന്റെ ഇസ്ലാം, നഷ്ടപ്പെട്ടു അവന്റെ ആഖിറത്ത്. സംശയം വേണ്ട നിങ്ങൾക്ക്. ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയാം, എന്താണ് അവരുടെ വിശ്വാസം, എന്താണ് അവരുടെ വിഷയം? ഏത് കക്ഷിക്കും പരിശോധിച്ചൂടെ? നമ്മൾ ഈ പറയുന്നൊക്കെ പേജ് നമ്പർ ഇട്ട് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സംശയമുണ്ടെ ചോദിച്ചൂടെ? നോക്കിക്കൂടെ? എന്താണ് ചില സ്ഥലത്ത് നമ്മളാർക്കും പ്രസംഗിക്കുമെന്ന് കേൾക്കുമ്പോഴേക്ക് ഉണ്ടാവും ഉടനെ തന്നെ അതിന് മറുപടി പ്രസംഗം തന്നെ നോട്ടീസ്. മറുപടി പ്രസംഗമല്ല വേണ്ടത്, ഇരിക്കുക. ഈ വിഷയം ഞാൻ പറയാം. ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ആ വിഷയം മുജാഹിദിന്റെ അൽമനാർ വെച്ച്, മുജാഹിദിന്റെ നേതാക്കളെ പരിഭാഷ വെച്ച്, മുജാഹിദിന്റെ പുസ്തകം വെച്ച്, മുജാഹിദിന്റെ അമാൻ മൗലവിയുടെ പരിഭാഷ, ഉമർ മൗലവിയുടെ പരിഭാഷ, മറ്റുള്ള പരിഭാഷ, അതുപോലെ വക്കം മൗലവിയുടെ ബുക്ക്, ഇപ്പോഴത്തെ നിങ്ങൾ അൽമനാർ, ഇപ്പോഴത്തെ നിങ്ങളുടെ പുസ്തകം, ഇപ്പോഴത്തെ ശബാദ്, പണ്ടത്തെ ശബാദ് വെച്ചിട്ടൊരു ചർച്ചക്ക് നിങ്ങളൊരു കാര്യം ചെയ്തോ. നിങ്ങൾ ഗ്രൂപ്പെല്ലാം ഒന്നായിക്കണമെങ്കിൽ സക്കരിയും കായക്കൊടി ഒന്നായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ അപ്പുറത്തുള്ള കക്ഷികൾ നമ്മൾ AP വേണമെങ്കിൽ വരട്ടെ, അതിന്റെ അപ്പുറത്ത് വല്ല മൗലവിയുണ്ട് അതും വരട്ടെ, അബ്ദുസ്സലാം സുല്ലമി വരട്ടെ, ഉമർ സുല്ലമി വരട്ടെ, എല്ലാവരും കൂടി വരും. മുജാഹിദ് ഫുള്ളായിട്ട് വന്നോളി. ഞാൻ ഒറ്റക്ക് പരസ്യമായി ഇത് ചർച്ച ചെയ്യാൻ തയ്യാറുള്ള വല്ല മുജാഹിദ് ഉണ്ടോ? ഉണ്ടോ? ഈ പുസ്തകങ്ങൾ വെച്ച് ചർച്ച ചെയ്യണം. ആളുകളെ വഞ്ചിച്ചാൻ പറ്റൂല. ഇത് പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിയതാ. ആയത്തോതും നിങ്ങൾ അർത്ഥം മാറ്റുന്നുണ്ട്, ഹദീസ് നിങ്ങൾ അർത്ഥം മാറ്റുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഈ പച്ച മലയാളം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല. പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതി വെച്ച് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്, അതിന്റെ അർത്ഥം മാറ്റാൻ കഴിയില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് പറയാണ്, എവിടെയെങ്കിലും വന്ന് ഞങ്ങളില്ലാത്ത സദസ്സിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് പകരം നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നേർക്ക് നേരെ ഞാനീ പറഞ്ഞ വിഷയങ്ങൾ അൽമനാർ വെച്ച് സംസാരിക്കാനാണ് തയ്യാറാകേണ്ടത്. നിങ്ങളെ ഖുർആൻ പരിഭാഷ വെച്ച് സംസാരിക്കാനാണ് തയ്യാറാകേണ്ടത്. എന്നിട്ട് നിങ്ങൾ പറയൂ മുജാഹിദിന്റെ നിങ്ങളെ സുഹൃത്തുക്കളോട് മറുപടി. മുജാഹിദികളൊന്ന് കേൾക്കട്ടെ.
മുജാഹിദിന്റെ സാധാരണക്കാരൊന്ന് കേൾക്കട്ടെ. അവരെ നിങ്ങൾ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് അവർക്കൊന്ന് ബോധ്യപ്പെടട്ടെ. അതിനുവേണ്ടി മാത്രം പറയുകയാണ്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂലെന്ന് ആ മുജാഹിദിൽപ്പെട്ട അനുയായികളിൽ 99% ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 99% ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശൈത്താൻ ഇബ്ലീസ് അവരോട് പറയുന്നു, നമ്മളിപ്പോ ഇതിൽ നിന്ന് മാറിയാൽ നമുക്ക് അഭിമാനത്തിന് കുറവല്ലേ എന്നൊരു തോന്നൽ സംഭവിക്കുകയാണ്. ഓ മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, അള്ളാന്റെ മുമ്പിൽ നീ അഭിമാനം അതേ പണയം വെക്കല്ല. നീ അള്ളാന്റെ മുമ്പിലെത്തൂലേ, അള്ളാന്റെ റസൂലിന്റെ മുമ്പിലെത്തൂലേ. അവിടെ ഈ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകുന്ന പ്രസ്ഥാനത്തിൽ നീ ഉറച്ചു നിന്ന് പിന്നെയും നീ സമ്മേളനം അതേ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നീ മൗലവിമാരെ പിന്നാലെ നടക്കുന്നുവെങ്കിൽ നിന്റെ ആഖിറത്തിൽ നീ ചെയ്യലെന്താണ്? ശരിക്കാലോചിച്ചോ മുജാഹിദേ. എനിക്ക് നിങ്ങൾ കൊണ്ട് ആവശ്യമുണ്ടായിട്ട് പറയല്ല, സുന്നത്തി ജമാഅത്തിൽ അംഗങ്ങൾ കുറഞ്ഞു പോയിട്ട് പറയുകയല്ല. ഞങ്ങൾ ആരും ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പോകുന്നില്ല, MLA ആകാനും മന്ത്രിയാകാനും പോകുന്നില്ല. ഞങ്ങളെ കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് തരുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവന് മാറ്റമില്ല. സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു പള്ളി നിർമ്മിക്കുന്നതിന് സ്ഥലമെടുക്കാൻ സഹായിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ ധാരാളം വരണം, അതിനെല്ലാവരും സഹായിക്കണം. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോൾ 50 കൊല്ലത്തോളം 11 മഹലിൽ ഒരൊറ്റ സുന്നി പള്ളിയില്ല, ഒരൊറ്റ സുന്നി മദ്രസയില്ല. വലിയ വലിയ മക്ബറകളൊക്കെ അടിച്ച് തകർത്ത് ഓട്ടാകെ കൊത്തി കോരിയിരിക്കുന്നു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. നിസ്കാരത്തിന്റെ ഫർള് 14 പഠിപ്പിക്കുന്ന ഒരൊറ്റ മദ്രസയില്ല. അള്ളാഹുവിന്റെ സിഫത്ത് പഠിപ്പിക്കുന്ന ഒരൊറ്റ മദ്രസയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന ഒരു പരിപാടിയില്ല. ഔലിയാക്കളെ കാഫിറാക്കലല്ലാതെ അവരെ മഹത്വം പറയുന്നൊരു സദസ്സില്ല. എനിക്ക് സങ്കടം തോന്നി. ഞാൻ ചെറിയൊരു ഓല ഷെഡ് കെട്ടി 19 സെന്റ് സ്ഥലത്ത് സിറാജുൽ ഹുദാ എന്ന പേരിൽ, അൽ ഹുദാ എന്ന സന്മാർഗം എന്നാണ്, സിറാജി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരാണ്, രണ്ടും കൂട്ടിച്ചേർത്തൊരു പേരുണ്ടാക്കി. അങ്ങനെ സന്മാർഗ ദീപം എന്ന അർത്ഥം വരുന്ന ആ മഹത്തായ പേരിട്ടിട്ടൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിന്റെ കീഴിൽ അൽഹംദുലില്ലാ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം സിറാജുൽ ഹുദയെ സംബന്ധിച്ചിറങ്ങിയ സീഡികളുണ്ട്. അതിൽ അന്നത്തെ കാലത്തുള്ള ഷെഡ് നിങ്ങൾക്ക് കാണാം. ആ ഷെഡിൽ വെച്ച് ഞാൻ ഖുത്ബ പോകുന്നത് കാണാം. പള്ളിയില്ലാത്തത് കൊണ്ട് ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പടച്ചവനോട്, പടച്ചവനെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി തരണേ എന്ന് താണുകയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കതിൽ കാണാം. സിറാജുൽ ഹുദ ത്യാഗവും വിജയവും തന്നെ സീഡി പഠിത്തിറങ്ങും, അതിലതൊക്കെ കാണാം. അവിടുന്ന് വെള്ളം വന്നിട്ട് മഴ പെയ്തിട്ട് കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കും, മഴ പെയ്തിട്ട് കിതാബ് എടുത്ത് ഓടുന്നത് നിങ്ങൾക്ക് കാണാം. ഷെഡിൽ വെച്ച് മദ്രസ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ 19 സെന്റ് സ്ഥലത്ത് ഓല ഷെഡ് കെട്ടിയിട്ടൊരു മദ്രസ തുടങ്ങി, അവിടെ തന്നെ ജമാഅ തുടങ്ങി, അവിടെ തന്നെ കോളേജ് തുടങ്ങി. ആ ഷെഡിൽ ഇഷ്ടികയും തലക്ക് വെച്ച് കിടക്കുന്നുണ്ട്. ഞാൻ രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെടുന്ന ദിവസം അന്ന് ഞാൻ ഇഷ്ടികയും തലക്ക് വെച്ച് കിടക്കുന്നുണ്ട് അവിടെ. എനിക്ക് എൻ്റെ വീട്ടിൽ തലയടി വെച്ച് കിടക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്, കഴിവും തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ് അവിടെ കിടന്നത്, അവിടെ തന്നെ കൂടിയത്. അൽഹംദുലില്ലാ. അതിന്റെ ശേഷം 60ഓളം പള്ളി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, 30ഓളം മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ശേഷം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുഴുവൻ സ്ഥാപനങ്ങളിലും യതീം കുട്ടികൾക്ക് ഡ്രസ്സും ബസ്സും അടക്കം ഫ്രീ ആണ്. അല്ലാത്ത കുട്ടികളോട് സ്കൂളിന് ഫീസ് വാങ്ങും, മദ്രസ ഫ്രീ ആണ്. ദഅവ കോളേജ് ഉണ്ട്, അവർ PG എടുക്കുന്ന MA പഠിച്ച് പാസ്സായ കുട്ടികൾ ഇപ്പോൾ ബിരുദത്തിന് വേണ്ടി, നമ്മുടെ മതബിരുദം എടുക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞു ദഅവ കോളേജ് സ്ഥാപിച്ചു, അറബി കോളേജ് സ്ഥാപിച്ചു. ഇന്ന് നിങ്ങളുടെ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും പ്രസംഗിച്ച് നടക്കുന്ന എത്രയോ പണ്ഡിതന്മാർ, ചെറുപ്പക്കാർ അവിടെ വെച്ച് ഓതിപ്പടിച്ച കുട്ടികളാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഒരുപാട് സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ തുടങ്ങി, ആരംഭിച്ചു, നടത്തി. ഇപ്പോൾ 9000-ഓളം കുട്ടികൾ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9000-ഓളം കുട്ടികൾ, അവർക്ക് 10,000-ഓളം കുട്ടികൾ അവർ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. 788 സ്റ്റാഫുകളുണ്ട്. 788 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. അൽഹംദുലില്ലാ. ഞാൻ സന്തോഷത്തോടെ പറയുന്നു,
5 പൈസ ഞാൻ ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. 5 പൈസ ഞാൻ ആ വകയിൽ എടുത്തിട്ടില്ല. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, അവിടുത്തെ വസ്തുക്കൾ ഞാനും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ കവിഞ്ഞ് ഞാൻ അതിലൊന്നും പറ്റിയിട്ടില്ല. എന്റെ മകൾ ഫാത്തിമ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്നുണ്ട്, നാദാപുരം ദാറുൽ ഹുദയിൽ. നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്കുക അവിടെ മാനേജറോട്. എല്ലാവരും അടക്കും പോലെ സ്കൂൾ ഫീസ് ഞാനും അടക്കുന്നുണ്ട്. ഞാൻ അതിൽ 5 പൈസ ഇന്ന് വരെ പറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനം, അതിന് അത്യാവശ്യമായി കുറ്റ്യാടി ടൗണിന്റെ ഹൃദയഭാഗത്ത് അത്യാവശ്യമായി ഒരു സ്ഥലം എടുക്കേണ്ടി വന്നു. അതിനെത്രയോ വലിയ സംഖ്യ വേണം. ചെറുതൊന്നും പോരാ, ലക്ഷങ്ങൾ പോരാ, ഒരുപാട് സംഖ്യ വേണം. മറ്റൊരു സ്ഥലത്ത് കുട്ടികൾക്ക് ക്യാൻറ്റീനും മറ്റും നിർമ്മിക്കാനും മറ്റുമായി 1.5 ലക്ഷം ഉറുപ്പിക്ക് ഓരോ സെന്റ് എടുക്കേണ്ടി വന്നു. 4 ലക്ഷം ഉറുപ്പിക്ക് എടുക്കേണ്ടി വന്ന സ്ഥലമുണ്ട്, 1.5 ലക്ഷത്തിന് എടുക്കേണ്ടി വന്ന സ്ഥലമുണ്ട്. അതിന്റെ പുറമെ കുട്ടികൾക്ക് ഞാൻ മരണപ്പെട്ടു പോയാലും അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. നമ്മുടെ ഉസ്താദുമാർ, മഹാനായ താജുൽ മുള്ളാൽ തങ്ങൾ, ശൈഖുന കാന്തപുരം ഉസ്താദ്, നമ്മുടെ സർവ്വ ഉസ്താദുമാർക്കും അലിമിയക്കും സാദാത്തുക്കൾക്കും നമുക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആ സ്ഥാപനം നടന്നുകൊണ്ടേ അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. കുറച്ച് റബ്ബർ വെക്കാമെന്ന് മനസ്സിലാക്കി. അതിന്റെ പുറമെ പിൽക്കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജോ മറ്റോ തുടങ്ങണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാമെന്ന നിലക്ക് ഞാൻ 25 ഏക്കറോളം സ്ഥലം എടുത്തു. കുറച്ച് ഉയരമുള്ള സ്ഥലം, അതും സ്ഥാപനത്തോട് ചേർന്ന് തന്നെ, പുറത്തല്ല, മെയിൻ റോഡ്, വയനാട് റോഡ് മെയിൻ റോഡിനോട് ചേർന്ന് കുറ്റ്യാടി ടൗണിൽ തന്നെ എന്ന് പറയാം. ടൗണിൽ നിന്റെ എൻഡിൽ നിന്നൊരു 100 മീറ്റർ അപ്പുറം അൽഹംദുലില്ലാഹ് സ്ഥലം എടുത്തു. ആ സ്ഥലത്ത് എടുക്കാൻ വേണ്ടി വലിയ ലക്ഷങ്ങൾ ചെലവ് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കാക്കനാട് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഓരോ സെന്റ് ഏത് സാധാരണക്കാരനും വാങ്ങിത്തരാൻ പറ്റും. 30,000 റുപ്യന്റെ ഒരു സെന്റ് 4 ലക്ഷത്തിന്റെ എല്ലാവർക്കും തരാൻ കഴിയില്ല. അതുപോലെ 1.5 ലക്ഷത്തിന്റെ എല്ലാവർക്കും കഴിയില്ല. 30,000ത്തിന്റെ ഏകദേശം ആളും വിചാരിച്ച കയ്യും 1 ഗഡുവോ 2 ഗഡുവായിട്ടൊക്കെ തരാം. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിൽ പങ്കുചേരണം എന്ന് പറഞ്ഞപ്പോൾ കാക്കനാടുന്ന് കുറെ ആളുകൾ പങ്കുചേർന്നു. ഇന്നും എന്റെ കയ്യിൽ ആ വകയിൽ പൈസ കൊണ്ടെത്തന്നവരുണ്ട്, അവിടുന്ന് തന്നവരുണ്ട്. അള്ളാഹുവേ, നിന്റെ ദീന് നടത്താൻ വേണ്ടി, നിന്റെ ദീനിനു വേണ്ടി, നിന്നിലുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ടി, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന, ഭൂമി വാങ്ങി വഖഫ് തരുന്ന ആളുകൾക്ക് നീ സ്വർഗത്തിൽ ഇരിപ്പിടം നൽകണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അള്ളാഹുവേ, ഇന്ന് നേരം വെളുത്തതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു വലിയ മുതലാളിയെ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ വന്ന് കാണട്ടെ, ഞാൻ നന്നായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അള്ളാഹുവേ, അദ്ദേഹത്തിനും അതുപോലെ ഈ സദസ്സിൽ ഞാൻ ക്ഷണിച്ചു വരുത്തിയവരുണ്ട്, അല്ലാത്തവരുണ്ട്, അവർക്കൊക്കെ നീ കൊടുത്തതിൽ നിന്ന് നന്നായി ധർമ്മം ചെയ്യാൻ, നീ വഖഫ് ചെയ്യാൻ നീ തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. സദഖ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന ധർമ്മം സദഖ ജാരിയാണ്, ഭൂമി വഖഫ്. നമ്മുടെ സംഘടനാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം സഹകരിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഒരു വിഷയവും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുജാഹിദ് എന്തായി എന്നതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ മുജാഹിദ് എന്ത് ചെയ്തു എന്നതാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മളെ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹു പൊരുത്തപ്പെട്ടതാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്ത അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താ? വജാമിഉം മഅനല്ലദീ തഖററ ഷഹാദത്തൽ ഇസ്ലാമി ഫത്റഹിൽ മിറാ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഴുവൻ വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന 2 കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതല്ലേ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ്. അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. എന്റെ പ്രസംഗത്തിന്റെ തുടക്കം അല്ലാഹ്. ആരാണ് അല്ലാഹ്? അതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. ആ അല്ലാഹുവിനെ വിശ്വാസത്തിൽ തോന്നിവാസം, ഓരോ യോഗം ചേർന്ന് തോന്നിവാസം. ഒരൽമനാറിൽ അല്ലാഹ്ക്ക് 2 ഭാഗവും വലത്ത്, ഇടത്ത് കൈ ഇല്ല. വേറൊരു അൽമനാറിൽ അള്ളാഹിന്റെ വലത്തെ കൈ ആകാശം പിടിച്ചിരിക്കുന്നു, ഇടത്തെ കയ്യിൽ ഭൂമി പിടിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് ഇടത്ത് ഉണ്ട്. ഇങ്ങനെയാണോ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്? ഓരോ അൽമനാറിൽ ഓരോ വിശ്വാസ, ഓരോ യോഗത്തിൽ ഓരോ വിശ്വാസ.
അള്ളാഹുവിന്റെ തൗഹീദിൽ ഇവർക്ക് പിഴച്ചുപോയി, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയി. അല്ലാഹ് എന്ന പടച്ചവന്റെ നാമം പോലും ഇവർ പഠിച്ചില്ല. ആ നാമത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അലമുൽ വാജിബിൽ വുജൂദ് അൽ ജാമിഇ ജമീ സിഫാത്തിൽ കമാൽ, സർവ പരിപൂർണതകളും സമ്മേളിച്ച അസ്തിത്വം നിർബന്ധമായവന്റെ പേരാണ് അല്ലാഹ്. ഇവര് പറയും പോലെ ഒരു വികലാംഗനായി ചിത്രീകരിക്കപ്പെടേണ്ടവനാണോ അല്ലാഹ്? അവയവങ്ങളുണ്ടെന്ന് പറയേണ്ടവനാണോ അല്ലാഹ്? ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്ന് പറയാൻ പറ്റുന്നവനാണോ അല്ലാഹ്? കയറുന്നു ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റുന്നവനാണോ അല്ലാഹ്? കാലും കയ്യും തണ്ടങ്കാലും ഊരയും ഉണ്ടെന്ന് പറയാൻ പറ്റുന്നവനാണോ അല്ലാഹ്? ആരാണ് അല്ലാഹ് എന്നത് ഈ മൗലവിമാർക്ക് അറിയാതെ പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തീരെ അറിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും എഴുന്നേറ്റുന്ന് ഒരു 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല എന്റെ അവിടെ ഇരുന്നാ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഞങ്ങൾ പ്രസംഗത്തിൽ പങ്കെടുക്കുന്നു, ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ്. ഞങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വാചകം, ഞങ്ങളുടെ രക്തത്തിലും മാംസത്തിലും മജ്ജയിലും എല്ലാം സഞ്ചരിക്കുന്ന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് അർത്ഥം വരുന്ന ഈ തൗഹീദിന്റെ കലിമത്താണ് അല്ലാഹ്. ഈ കലിമത്ത് ഞങ്ങൾ മരിക്കുന്നവർക്ക് ചൊല്ലിക്കൊടുക്കും. മരിച്ച മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ചൊല്ലും, ഞങ്ങൾ ഹദ്ദാദ് ഓതുമ്പോൾ ചൊല്ലും, നിസ്കാര ശേഷം ചൊല്ലും, ഞങ്ങൾ എപ്പോഴും ചൊല്ലും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം. ഞങ്ങളുടെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് ആ തുലാസിൽ, ആ ത്രാസിൽ ഞങ്ങളുടെ നന്മ കുറഞ്ഞു പോയാൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നിന്റെ ഓർഡർ പ്രകാരം മലക്കുകൾ കൊണ്ടുവന്ന് നന്മയുടെ ത്രാസിൽ വെക്കുമ്പോ ആ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നന്മയുടെ ഭാഗത്ത് വലിയ തൂക്കം കിട്ടി രക്ഷപ്പെട്ടു പോയി. ആ നിലക്ക് ഞങ്ങൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണം റഹ്മാനേ. അത് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലെ അല്ലാഹ് എന്ന വാചകത്തിൽ മൗലവിമാര് നടത്തിയ തിരിമറികളും അവര് നടത്തിയ തെറ്റുകളും അവർ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ നടത്തിയ തോന്നിവാസവുമാണ് ഞാനിതുവരെ പറഞ്ഞതെങ്കിൽ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തീർന്നില്ല. നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലവി പറഞ്ഞില്ലേ, അബൂജഹലിന് ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൂവാറ്റുപുഴ വെച്ചിട്ട് ഞാനതിന്റെ ആ ക്ലിപ്പ് കേൾപ്പിച്ചില്ലേ? പേരോട് മുനാഫിക്കാണെന്ന് അയാൾ പറഞ്ഞില്ലേ? എന്റെ അബൂജഹലിന് ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ അബൂജഹൽ അള്ളാഹിനെ അറിഞ്ഞു എന്ന് അയാൾ പറഞ്ഞില്ലേ? ഈ നിലക്കുള്ള ഒരു അള്ളാഹുവിനെ അറിഞ്ഞോ അബൂജഹൽ? ഇല്ല ഇല്ല, അള്ളാഹ് ഉണ്ടെന്ന് അബൂജഹൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് അള്ളാഹുവിൽ വിശ്വാസമാകൂല. ഹിന്ദുമതം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഹിന്ദുമതത്തിൽ വിശ്വസിക്കലാവോ? ഇസ്ലാം മതം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കലാവോ? എത്ര ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇസ്ലാം മതം ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കലാവോ? ആകാശവും ഭൂമിയും പഠിച്ചത് അള്ളയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം അള്ളാഹുവിൽ വിശ്വസിക്കലാവോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൽ തദ്റൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് തന്നെ പറഞ്ഞു തന്നില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അത് ബുഖാരിയിലെ ഹദീസാണ്. പക്ഷേ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ ഹുസൈൻ സലഫി തയ്യാറായില്ല, റസൂലുള്ളാഹിന്റെ വിവരണം സ്വീകരിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതെ അബൂജഹൽ അല്ലാഹുവിൽ വിശ്വസിച്ചു, പേരോട് മുനാഫിഖാണെന്ന് നാദാപുരത്ത് പറഞ്ഞു. എനിക്കതിലുള്ള പ്രതിഷേധമല്ല, റസൂലുള്ളാഹിനെ തള്ളുകയല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവർ ചെയ്തത്. എന്നാൽ മുസ്ലിമീങ്ങളെ, ആ അബൂജഹൽ വിശ്വസിച്ചു, പടച്ചവന് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചു. അവർ പ്രഖ്യാപിച്ചു തൽബിയത്തിൽ, ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എന്താ പറഞ്ഞത്? പടച്ചവനെ, നിനക്ക് ഒരു സൈസ് കൂറുകാരുണ്ട്, അവർ നിന്റെ കീഴിലാണ്, നിന്റെ അധീനത്തിലാണ്. ഏതുപോലെ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ക്യാബിനറ്റ് മന്ത്രിമാര്, ഉമ്മൻചാണ്ടിയുടെ കീഴിലാണ് മറ്റു മന്ത്രിമാര്. ഇതുപോലെ പടച്ചവന്റെ ഭരണത്തിൽ കൂറുണ്ട്. ആ കൂറ് പടച്ചവനാണ് മേലെ പരമേശ്വരൻ. ആ പരമേശ്വരന്റെ ഭരണത്തിൽ കുറെ ദൈവങ്ങൾക്ക് കൂറുണ്ട് എന്ന് വിശ്വസിച്ചു അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ. ആ കൂറുകാരാണെന്ന നിലക്ക്, ഭരണത്തിലെ കൂറുകാരാണെന്ന നിലക്ക് പടച്ചവനെ സ്വാധീനിച്ച്, പടച്ചവനെ നിർബന്ധിച്ച്, അനുസരിപ്പിച്ച്, പടച്ചവനെ വഴിപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ആ ദൈവങ്ങൾ വാങ്ങിത്തരുമെന്ന് ഔലായി ശുഫാഉന ഇൻദല്ലാഹ്, അതേ യഥാർത്ഥ ദൈവമായ പടച്ചവനോട് വേണ്ടത് റെക്കമെൻഡ് ചെയ്ത് ഈ ദൈവങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് അവര് വാദിച്ചു. അതല്ലേ ഇമാം റാസി ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആയത്തിന്റെ തഫ്സീറിൽ, അതേ മാലിൽ ആലിമീന മിൻ ഹമീമിൻ വലാ ശഫീഅൻ യുതാഅ്, പടച്ചവനെ അനുസരിപ്പിക്കുന്ന ഒരു റെക്കമെൻഡുകാരനുമില്ല എന്ന ആയത്ത് വിശദീകരിച്ച് റാസി ഇമാം പറഞ്ഞില്ലേ, മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് ദൈവങ്ങൾ വിഗ്രഹങ്ങൾ പടച്ചവനോടൊരു കാര്യം പറഞ്ഞാൽ പടച്ചവൻ അനുസരിക്കേണ്ടി വരുമെന്നാണ് വിശ്വസിച്ചതെന്ന് ഇമാം റാസി പറഞ്ഞില്ലേ. ആ വിശ്വാസപ്രകാരം പടച്ചവൻ കഴിവ് കൊടുക്കാതെ, പടച്ചവൻ ഉദ്ദേശിക്കാതെ പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുമെന്ന് ആ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു. കാരണം ജാലൂലില്ലാഹി ശുറക്കാ, അവർക്ക് അള്ളാന്റെ പങ്കുകാരാണ്, കൂറുകാരാണ്. പടച്ചവന്റെ ഭരണത്തിൽ അവർക്ക് കൂറാണെന്നവർ വിശ്വസിച്ചു. ഇത് ഇബ്നു തൈമിയ്യ തന്നെ അത്തവസ്സുലു വൽ വസീല എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വകയിൽ പറയുകയല്ല. അങ്ങനെ ഭരണത്തിൽ കൂറുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പടച്ചവന്റെ കൂറുകാരാണെന്ന നിലക്ക് അബൂജഹലും ഉത്ബത്തുമൊക്കെ ലാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചു, മനാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഉസ്സയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെയാണ് ഞങ്ങൾ അല്ലാഹുവിന് ഒരു കൂറുകാരുമില്ലെന്നും, ലാ ശരീക ലഹു, പടച്ചവനൊരു കൂറുകാരുമില്ലെന്നും, ലഹുൽ മുൽക്കു, അല്ലാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നും, അതേ സമയത്ത് അല്ലാഹു തആല ഞങ്ങളെ ദോഷം പൊറുക്കാൻ റസൂലുള്ളാഹിനെ നിമിത്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മുറാദ് ഹാസിലാകാൻ അല്ലാഹു തആല മലക്കുകളെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും അല്ല നിമിത്തമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല നിമിത്തമാക്കി വെച്ച പടച്ചവന്റെ അതാ സൈന്യങ്ങൾ എന്ന നിലക്ക് ഞങ്ങൾ അമ്പിയാക്കളെ വിളിക്കുന്നതും ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നതും അതേ അബൂജഹല് അതാ ദൈവങ്ങളെ വിളിച്ചതുപോലെയാണെന്ന്, ദൈവമാണെന്നും പടച്ചവന്റെ കൂറുകാരാണെന്നും വിശ്വസിച്ചുകൊണ്ട് വിളിച്ചതുപോലെയാണെന്ന് വാദിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ കാഫിരീങ്ങളും അബൂജഹലിനേക്കാൾ മോശമായ മുശ്രിക്കീകളുമാണെന്ന് ഞങ്ങളെക്കുറിച്ച് മാത്രമല്ലല്ലോ, മറിച്ച് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ശാഫി ഇമാമിന്റെ ഉസ്താദാണ്, ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. ആ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാ ഹുസൈൻ സലഫി സമ്മതിച്ചതല്ലേ നാദാപുരത്ത് വെച്ച്, വസ്തശ്ഫീ ബിഹി ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി. മാലിക് ഇമാം അബൂ ജഅഫറുൽ മൻസൂർ എന്ന ഗവർണറോട് പറഞ്ഞതാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, എന്നിട്ടോ വസ്തശ്ഫീ ബിഹി, അത് പ്രസംഗിക്കുമ്പോൾ അതേ മൗലവി 9ാം ഖണ്ഡനത്തിൽ അതിന്റെ അർത്ഥം പറയാതെ മുജാഹിദിനെ വഞ്ചിച്ചില്ലേ,
അനുയായികളെ വഞ്ചിച്ചില്ലേ, അർത്ഥം പറയാതെ വഞ്ചിച്ചില്ലേ. മാത്രമല്ല അതിന് മുമ്പ് വഹുവ വസീലത്തുക വസീലത്തു അബീക ആദം ഇലല്ലാഹി യൗമൽ ഖിയാമ എന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എന്റെ പേരിൽ ഒരു ആരോപണവും ഉന്നയിച്ചിട്ട് ആ വിഷയം ചർച്ചക്കിട്ട് വസ്തസ്ബിഹി എന്നതിന്റെ അർത്ഥം പറയാതെ സദസ്സിനെ വഞ്ചിച്ചില്ലേ. എന്നാൽ ഞാനിവിടെ പറയുന്നു, ഹുസൈൻ സലഫി അള്ളാന്റെ കോടതിയിൽ വരും, സർവ്വ മുജാഹിദുകളും വരും, സർവ്വ മൗലവിമാരും വരും. അവിടെ വെച്ച് നമുക്ക് കാണാം ആരാണ് അനുയായികളെ വഞ്ചിച്ചതെന്ന് കാണാം. അവിടെ വെച്ച് സർവ്വ മുജാഹിദും വന്നിട്ട് ഹുസൈൻ സലഫിയുടെ കഴുത്ത് പിടിക്കുന്നത് കാണാം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണ്? ഓ ഗവർണറേ, ഫലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിൽക്കാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എങ്ങോട്ട് തിരിയണമെന്ന് ചോദിച്ചപ്പോ ഖിബ്ലക്ക് തിരിയണോ റസൂലുള്ളാഹിനെ കൊള്ള തിരിയണോ, നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹിനെ കൊള്ള തിരിയാതെ നിങ്ങളെ മുഖം മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കുന്നത്? വഹുവ വസീലതുക വസീലത്തു അബീക ആദം, അതേ നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമിന്റെയും വഹുവ വസീലത്തുക വസീലത്തു അബീക നിങ്ങളെ ഉപ്പാപ്പയുടെയും ഇടയാളനല്ലേ ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, അല്ലാഹുവിലേക്ക് ഇടയാളനല്ലേ ഖിയാമത്ത് നാളിൽ. വഫാത്തിന്റെ ശേഷവും മുമ്പും നേരത്തെ പറഞ്ഞു വരുന്ന വിഷയം കഹുറുമതിഹി ഹയ്യാ, ജീവിതകാലത്തുള്ള അതേ പവറും സ്ഥാനവും റസൂലുള്ളാഹിക്കുണ്ട്. അവിടെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇടയാളനല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഖബറിങ്ങെന്ന് ദുആ ചെയ്യുമ്പോൾ ഹുസൈൻ സലഫിയെ നിങ്ങളിറക്കിയ സിഡിയിൽ നിങ്ങൾ വഞ്ചിച്ചിട്ടുണ്ട് അനുയായികളെ. അത് ഖിയാമത്ത് നാളിലെ സംഭവമാണ്. അത് പേരോടാവാചകം വാചിച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഖിയാമത്ത് നാളിലെ സംഭവമാണോ മാലിക്കുമാ പറയുന്നത്? ഖിയാമത്ത് നാളിൽ ഇടയാളനായത് കൊണ്ട് ഓ ഗവർണറായ അബൂ മൻസൂറേ, ഇവിടെ ഇപ്പൊ നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള ഈ ഭൂമിയിൽ തിരിഞ്ഞു നിന്ന് ദ്വാരെന്നോ എന്നല്ലേ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ നിൽക്കാനാണോ പറഞ്ഞത്? അല്ല ഖബറിങ്കിൽ നിൽക്കാനാണോ പറഞ്ഞത്? സർവ്വ മൗലവിമാരും അതിന് മറുപടി പറയണം. ഹുസൈൻ സലഫി ഉണ്ട് നാദാപുരത്തൊരു കടുത്ത തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അത് ബലിസ്തഖ്ബിൽഹു, ഇവിടെ വെച്ച് നിങ്ങൾ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുമ്പോ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ. വസ്തസ്ഫി ബിഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ എന്ന് മാലിക് ഇമാം പറയുകയല്ലേ ചെയ്തത്. അതിന്റെ അർത്ഥം എന്തുകൊണ്ട് നാദാപുരത്ത് ഹുസൈൻ സലഫി വെച്ചില്ല? നിങ്ങൾ വായിച്ചിട്ടുണ്ടാ ഉദ്ധരണി. എന്തുകൊണ്ട് അർത്ഥം വെച്ചില്ല? അർത്ഥം വെച്ചാൽ അനുയായികൾ നിങ്ങളെയും വിട്ടു പോകും. മാലിക് ഇമാമാണത് പറഞ്ഞത്, ഷാഫി ഇമാമിന്റെ ഉസ്താദാണത് പറഞ്ഞത്, ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദാണത് പറഞ്ഞത്. റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിക്കോ, വെറുതെ പറഞ്ഞതല്ല. പിന്നെന്താ പറഞ്ഞത്? വഖദ് ഖാല തആല, അതിന് തെളിവ് പറയുന്ന മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഓർക്കണം, ആയക്കൊടിയല്ല, സക്കരിയയല്ല, സുല്ലമിയല്ല, സലഫിയല്ല, മൗലവിയല്ല. ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദാ തെളിവ് പറയുന്ന ഖുർആൻ, ഷാഫി ഇമാമിന്റെ ഉസ്താദാ തെളിവ് പറയുന്നത്, മാലിക് ഇമാമാ തെളിവ് പറയുന്നത്. എന്താ പറയുന്നു? അള്ളാന്റെ ഖുർആൻ തെളിവ്. എന്തിന്? റസൂലുള്ളാഹിന്റെ അടുക്ക പോയി മുന്നോട്ട് റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നോ, എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. എന്താ തെളിവ്? ഖദ് ഖാല തആല, അല്ല പറഞ്ഞിട്ടുള്ളതാണ്. അല്ല പറഞ്ഞതാ തെളിവ്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക് ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ നബിയേ, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ, എന്നിട്ട് തങ്ങളെ മുന്നിൽ വന്നിട്ട് അള്ളാഹിനോട് മാപ്പ് പറയട്ടെ. പോരാ പോരാ, ഓ നബിയെ, തങ്ങളോട് അവരെ സങ്കടം ബോധിപ്പിക്കട്ടെ, തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ, എന്നാൽ അല്ല പുറത്തു കൊടുക്കുമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഇതിന്റെ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞത് കാണാം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് അള്ളാഹിനോട് പറയണം. റസൂലുള്ളാഹിന്റെ മഖ്ബറയിൽ വെച്ചുള്ള ചോദ്യം മറ്റൊരു സ്ഥലത്തുള്ള ചോദ്യം പോലെയല്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നുള്ള ചോദ്യം മറ്റൊരു സ്ഥലത്തുള്ള ചോദ്യം പോലെയല്ല. അവിടുന്ന് കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ട്. ആ തൊട്ട സ്ഥലം സ്വർഗത്തോട്ടത്തിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ വന്ന് നിന്നിട്ട് പറയൂ, മുന്നോട്ട് റസൂലുള്ളാഹിനെ കൊള്ള നോക്കിയിട്ട് പറയൂ. അത് തന്നെ പറയുമ്പോ റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടൂ. ഈ ആയത്ത് തെളിവാണെന്നല്ലേ മാലിക് ഇമാം
പറഞ്ഞത് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, ഇങ്ങനെ പറഞ്ഞ ഇമാമിങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം വിളിച്ച് തേടാൻ പറഞ്ഞതുകൊണ്ട്, ശഫാഅത്ത് ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട്, മാലിക് ഇമാം വഫാത്തായ നബിയെ വിളിച്ച് തേടാൻ പറഞ്ഞതുകൊണ്ട് മുശ്രിക്കാണെന്നല്ലേ, കാഫിറാണെന്നല്ലേ അത് പഠിപ്പിച്ച നവവി ഇമാമും ഖാദി ഇയാദും ഗസാലി ഇമാമും ഇബ്നു ഹജർ തങ്ങളും ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നല്ലേ, കാഫിറാണെന്നല്ലേ. മൗലവിമാരെ, നിങ്ങളെ വാദം ചോദിക്കട്ടെ. നിങ്ങളെ അനുയായികൾ കൽപ്പമെങ്ങാനും ചിന്തയുണ്ടെങ്കിൽ അവരൊന്ന് ശരിക്ക് ചിന്തിക്കട്ടെ. പടച്ച റബ്ബിന്റെ കോടതിയിൽ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വരുമ്പോ, ശഫീ ഇമാം റളിയല്ലാഹു അൻഹു വരുമ്പോ, ഇമാം ബുഖാരി വരുമ്പോ, വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് സംസാരിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോ, ഖബറിന്റെ അടുക്കൽ പോയി സഹായം ചോദിച്ചതിനെ അംഗീകരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുമ്പോ, അതേ റസൂലുള്ളാഹിന്റെ ഖബറിങ്ക പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടൽ പുണ്യമാണെന്ന് എഴുതി വെച്ച നവവി ഇമാം വരുമ്പോൾ, അതേ ഇബ്നു അസാക്കിർ വരുമ്പോൾ, ബൈഹഖി ഇമാം വരുമ്പോൾ, ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമത്തുൽ ഹംബലി വരുമ്പോൾ, മാലികി മദ്ഹബിലെ ഇബ്നുൽ ഹാജ് തങ്ങൾ വരുമ്പോൾ, ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ, ഹനഫി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വരുമ്പോൾ, ഹനഫി മദ്ഹബിലെ അതേ ഇമാമിങ്ങൾ വരുമ്പോൾ ചോദിക്കട്ടെ, എല്ലാ ഇമാമിങ്ങളെയും അതാ റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിയൽ വൻ കാഫിറാണ്, മുശ്രിക്കാണെന്ന് പറഞ്ഞ ഉമർ മൗലവിയും വക്കം മൗലവിയും AP അബ്ദുൽ ഖാദിർ മൗലവിയും ഹുസൈൻ സലഫിയും അതുപോലുള്ള അതാ ചില്ലറ മൗലവിമാര് ഇമാമിങ്ങളെ മുന്നിൽ നിന്ന് വിറക്കുന്ന ഒരു സമയമില്ലേ? KM മൗലവി വിറക്കുന്ന സമയമില്ലേ? EK മൗലവി വിറക്കുന്ന സമയമില്ലേ? പടച്ചവന്റെ കോടതിയിൽ സർവ്വ മൗലവിമാരെയും ഈ അനുയായികൾ പിടിച്ചു കെട്ടാൻ വേണ്ടി ചങ്ക് പിടിക്കുന്നൊരു സമയമില്ലേ? എന്ത് ചെയ്യും മുജാഹിദേ നീ എവിടെ? ഈ ഇമാമിങ്ങളെ മുന്നിൽ നീ എന്തു ചെയ്യും? സഹാബത്തിന് മുന്നിൽ നീ എന്തു ചെയ്യും? ആലോചിച്ചോളണം. പിഴച്ച പ്രസ്ഥാനവുമായി നടക്കുമ്പോൾ ആലോചിച്ചോളണം. ആ പിഴച്ച പ്രസ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നോ, ഈമാനിലേക്ക് വന്നോ? അല്ലെങ്കിൽ പറ, മാലിക് ഇമാം അങ്ങനെ പറഞ്ഞത് ഖാദി ഇയാദ് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞത് നിങ്ങൾ ഹുസൈൻ സലഫിയുടെ സീരിയിൽ തന്നെ ഇല്ലേ? പക്ഷേ അയാൾ അർത്ഥം പറയാതെ മുങ്ങിയതല്ലേ നാദാപുരത്തുനിന്ന്? ഓ സഹോദരന്മാരെ, എന്റെ 9ാം ഖണ്ഡനത്തിന്റെ CD ഇൻഷാ അല്ലാഹ് ഞാനത് കടവത്തൂർ പ്രസംഗം നടത്താൻ പോകുന്നുണ്ട്. അല്ലാഹ് തൗഫീഖ് തആല അതിന് ഞാനത് കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ അതിന് മറുപടി പറഞ്ഞില്ല. പേരോടുന്ന് പച്ചക്കള്ളം പറഞ്ഞു നടക്കല്ലേ അനസ്? കളവല്ലാതെ നാവെടുത്തതിന് ശേഷം ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തേ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഇങ്ങനെ പുലരാണ്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ലാ അയ്യാകും വയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിദൂനകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളാകുമ്പോൾ വരും ഒരു കൂട്ടര് ദജ്ജാലൂനെ കബളിപ്പിക്കുന്നവരാണ്. ഹുസൈൻ സലഫി മുഴുവൻ അനുയായികളെയും കബളിപ്പിച്ചില്ലേ? അല്ലേ? ഇസ്തഖ്ബിലു വസ്തശ്വീബിഹി എന്ന് പേരോട് വായിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥല്ലേ മൗലവി പറയാതിരുന്നത്? കബളിപ്പിച്ചില്ലേ നിങ്ങൾ? റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടണം എന്നല്ലേ അതിന്റെ അർത്ഥം? അത് മാലിക് ഇമാം പറഞ്ഞു എന്ന് നിങ്ങൾ എന്നെ വായിച്ചിട്ടില്ലേ ഖാദി ഇയാദിന്റെ കിതാബ്? എന്നിട്ട് ഞാൻ ആവശ്യമില്ലാത്തൊരു വാചകം, പറയൽ ആവശ്യമില്ലാത്തൊരു വാചകം സുബ്കി ഇമാം റളിയല്ലാഹു ഉദ്ധരിച്ചില്ല, കാരണം ആവശ്യമില്ല. ആ വാചകം ഞാൻ വായിച്ചില്ല എന്നല്ലേ എന്റെ പേരിൽ കംപ്ലൈന്റ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഞാൻ സനദ് വായിക്കുമ്പോ ഇബ്നു ഹുമൈദ് വായിക്കേണ്ട സ്ഥലത്ത് അബൂ ഹുമൈദ് ആയിപ്പോയി. എന്റെ വാക്കിൽ വന്നൊരു പിഴവ് പിടിച്ചിട്ട് അതെടുത്തിട്ട് ഇതാ പേരോട് അളമാറ്റി എന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? വാക്കിൽ പിഴവ്, നാക്കിൽ പിഴവ് 1000 നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ മൗലവി? അത് പിടിച്ചിട്ട് നാക്കിൽ വന്നൊരു പിഴവ് പിടിച്ചിട്ട് നിങ്ങൾ അനുയായികളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? ഞാനിപ്പോഴതേ കടക്കുന്നില്ല. ഞാനിത് പറഞ്ഞു വരുന്നത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. എല്ലാ ഇമാമിങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ഏകനാണെന്നും അവൻ ഒരു വിഷയത്തിലും കൂറുകാരനില്ലെന്നും ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്, അള്ളാന്റെ അധികാരത്തിൽ ഒരു കൂറുകാരനുമില്ലെന്നും ഒരു വിഷയത്തിലും അള്ളാഹ്ക്ക് കൂറുകാരനില്ല. ലാ ശരീക ലഹു ലാ ശരീക ലഹു ലാ ശരീക ലക് ലാ ശരീക ലക്. ഇതാവർത്തിച്ച് പറയുന്ന ഞങ്ങളെ, അള്ളയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, മുഹമ്മദ് വന്നിട്ട് ഒരൊറ്റ ദൈവമാക്കുകയാണോ? നമുക്ക് ഒരുപാട് ദൈവങ്ങളില്ലേ എന്ന് പറഞ്ഞ് ബൗദ്ധൈവ വിശ്വാസികളായി പടച്ചവന്റെ കൂറുകാരായ ഞങ്ങളെ ദൈവങ്ങൾ പടച്ചവനെ കണ്ണുവീഴ്ചയ്ക്ക് വാങ്ങിത്തരുമെന്ന് വിശ്വസിച്ച് ആ വിശ്വാസപ്രകാരം അവരെ വിളിച്ച് പ്രാർത്ഥിച്ച അബൂജഹലിനെ പോലെയാണ്. അള്ളാഹ്ക്ക് ഒരു നിലക്കും കൂറുകാരില്ലെന്ന് വിശ്വസിച്ച് അള്ള നിശ്ചയിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെ കറാമത്ത് മുഖേന സഹായിക്കുമെന്നും അതുപോലെ അവരെ ശഫാഅത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്നും വിശ്വസിച്ചുകൊണ്ട്, അത് ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ചതില്ലേ, നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ഖുർആൻ തള്ളാൻ പറ്റുമോ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയേ, ഈമാനുള്ളവരെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് പറയണേ, ഈമാനുള്ള സ്ത്രീകളെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് പറയണേ എന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. അങ്ങനെ അല്ലാഹ് റെക്കമെൻഡിന് വേണ്ടി നിശ്ചയിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ അസ്സഫഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വാഖിലനാ ഇൻ ളാഅയാ സയ്യിദി ഖൈറൻ നബിയേ എന്ന് റസൂലുള്ളാഹിനോട് ആ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ നബിയേ എന്ന് അല്ലാഹ് കൊടുത്ത സ്ഥാനം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ തേടിയതിനാൽ ഞങ്ങളെ നിങ്ങൾ അബൂജഹലിനെ പോലെ ആക്കിയിട്ട് നിങ്ങൾ ഖുർആൻ തള്ളിയില്ലേ മൗലവിമാരെ? നിങ്ങളെ പോലെ ഞങ്ങൾക്ക് ഖുർആൻ തള്ളിയിട്ട് റസൂലുള്ളാഹിനെ നിന്ദിക്കാൻ കഴിയോ? ഔലിയാക്കളെ നിന്ദിക്കാൻ കഴിയോ? ഇല്ല ഇല്ല.